ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സാറ്റർഡേ സ്പെഷ്യൽ വ്ലോഗാണ്. ഡെറ്റ്മോൾഡ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ ബെർലേബെക്ക് എന്ന് പറയുന്ന സ്പോട്ടിലോട്ടാണ് ഇന്നത്തെ ട്രിപ്പ്. പാഡൽ ബോർഡിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം. ഡെറ്റ്മോൾഡിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബെർലേബെക്കിലുള്ള അറ്റ്ലവാറ്റർ ബെർലേബെക്ക് എന്ന് പറയുന്ന ഈഗിൾ സാങ്ച്വറിയാണ്. ഈ ഒരു സാങ്ച്വറി അറിയപ്പെടുന്നത് തന്നെ ഇവിടെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഈഗിൾസ്, ഫാൽക്കൺസ് ആൻഡ് അതർ ടൈപ്പ് ഓഫ് ബേർഡ്സ് ഓഫ് പ്രേയുടെ കളക്ഷൻ കൊണ്ടാണ്. പാഡൽ ബോർഡിൽ നിന്ന് ഡെറ്റ്മോൾഡ് ഓഫ് ബാനോഫ് വരെ ട്രെയിനിൽ ഏകദേശം ഒരു 35 to 40 മിനിറ്റ്സ് ആട്ടോ. ആൻഡ് 5 സ്റ്റോപ്പാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഡെറ്റ്മോൾഡ് ഓഫ് ബാനോഫിൽ നിന്ന് നമ്മുടെ സ്പോട്ടിലോട്ട് ബസ്സിനാണ് പോകേണ്ടത്. ആൻഡ് ബസ്സിലെ ട്രാവലിംഗ് ടൈം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സും ഉണ്ടാകും. ബെർലേബെക്കിലോട്ട് ബസ് നമ്പർ 701 പോകേണ്ടത്. ആൻഡ് ഇത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് എങ്കിലും ഓരോ 20 to 25 മിനിറ്റ്സിനിടയ്ക്ക് ബസ് ഉണ്ടായിരിക്കും. ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പം 15ഓളം സ്റ്റോപ്പ് കഴിഞ്ഞ് വരുന്ന ഹോഫൽഡ് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു പ്ലേസിലോട്ടുള്ള എൻട്രൻസും. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആ ബസ് ഇറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഈ പ്ലേസിന്റെ എൻട്രൻസ് കാണാം. ആൻഡ് ഈ ഷോ ഫ്രീ അല്ല, നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റ് ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് അവർ ഈ ഒരു എൻട്രൻസിലും ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്. എനിക്കായത് €8.50 ആയിരുന്നു. ഒക്കെ ഫുൾ കയറി കഴിഞ്ഞ് ടോപ്പിലെത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സീൻ ഇതാട്ടോ. 10 കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്തിയതാണ്. ആൻഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്. അപ്പോൾ ടൈം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം ഇതിങ്ങളുടെ കൂടെയായിരുന്നു. പുല്ലൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഇതുപോലെ നടന്നു. അങ്ങനെ നടന്ന് ടോപ്പിലെ മെയിൻ എൻട്രൻസ് എത്തി. ആൻഡ് ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ടിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 9:30 AM to 5 PM ആണ്. നിങ്ങൾ വൺസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലോസിംഗ് ടൈം വരെ നമുക്ക് ഇവിടെ നടക്കാനുള്ള ഫുൾ പെർമിഷൻ ആൻഡ് ആക്സസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഈ കാണുന്ന റിസപ്ഷൻ ഏരിയയിൽ നിന്ന് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ. ഈ കാണുന്ന ഈ ഒരു സ്പേസിലാണ് ഇന്നത്തെ ഷോ നടക്കാൻ പോകുന്നത്. ഈ ഒരു സ്പേസിന്റെ റൈറ്റ് സൈഡിലായിരുന്നു ഇന്നത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേർഡ്സിനെയൊക്കെ അവരിങ്ങനെ കീപ്പ് ചെയ്തിരുന്നത്. ഇവർ വളരെ സെക്യൂർഡ് ആയിട്ടാട്ടോ ഈ ബേർഡ്സിനെയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ ആ എൻഡ് തൊട്ട് ഈ ഒരു സ്റ്റോൺ ഏരിയ വരെയാണ് ഇതിന് മൂവ്മെൻറ്റ്സ് അലൗഡ് ആയിട്ടുള്ളൂ. എനിക്ക് ആദ്യം നല്ല പേടിയായിരുന്നു, അത്യാവശ്യം അടുത്തൊക്കെ പോയി നിൽക്കാൻ. പിന്നെ പേടി മാറിയിട്ടോ, പേടിക്കൊന്നും വേണ്ട. Oh Mann, ich hoffe, Ihre Stimmung gleich ist besser. Ja, schönen guten Morgen. Bei uns hier auf der Achterbahn Berleweg. Schön, dass Sie es geschafft haben, den Weg so zu finden. Ja, mit dem Fallkurs gemacht. Ja, ഇന്നത്തെ ഷോയിലെ ഫസ്റ്റ് ആളെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് അവരതിനെ പെറ്റ് നെയിമായിട്ട് വിളിക്കുന്ന പിങ്കി എന്നായിരുന്നു. അപ്പം ഞാൻ പിങ്കി എന്ന് അഡ്രസ്സ് ചെയ്യാം. സോ പാരലലി ഇവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് പിങ്കിയുടെ ബ്രീഡ് എന്താണ്, ഏത് കാറ്റഗറിയിൽ അത് വരും, അതുപോലെ തന്നെ എത്ര വയസ്സായി, എത്ര കിലോ വെയിറ്റ് ഉണ്ട്, അവരുടെ ഫെതേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഇങ്ങനത്തെ ഓരോ
കാര്യങ്ങളെക്കുറിച്ചുമായിരുന്നു ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇത് തന്നെയായിരുന്നു കേട്ടോ ബാക്കി ബേർഡ്സിനും ഇങ്ങനെ ഈ ഒരു ഫോമാറ്റിൽ തന്നെയായിരുന്നു അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. Vicky, ich bin jetzt hier drin. Oh, gib Gas. Oh. Da ist er. Jetzt hat das kleine Problemchen, dass er natürlich in Südamerika, wo er lebt, nicht so gut und so einfach an diese Kanickel drankommt. Das heißt, die Kanickel, die werden natürlich viel weiter. പിങ്കിക്ക് എന്താണെന്നറിയില്ല, ആ ചേട്ടൻ്റെ തല തന്നെയായിരുന്നു ഇഷ്ടം. എപ്പോഴും ആ പുള്ളിക്കാരൻ്റെ തലയിൽ പോയായിരുന്നു പിങ്കി ഇരുന്നുകൊണ്ടിരുന്നത്. Was meinen Sie, wie schwer ist Diva reinrufen erlaubt? ആൻഡ് അവർ നെക്സ്റ്റ് ബേർഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരതിനിട്ട പേര് ദീവ എന്നായിരുന്നു. ആൻഡ് ദീവയുടെ ഇപ്പോൾ ഒരു കാണിക്കുന്ന ഈ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ സൂക്ഷിച്ച് കണ്ടോണം. ബിക്കോസ് ഇതിൻ്റെ അവസാനം ദീവ ഒരു പറക്കൽ പറക്കുന്നുണ്ട്. അതൊരൊറ്റ പറക്കലായിപ്പോയി. എത്ര വിളിച്ചിട്ടും ദീവ വന്നില്ല. അവസാനം ഷോ തീരാറായപ്പോഴാട്ടോ ദീവ വന്നത്. സോ ദീവയുടെ ലാസ്റ്റ് ഇന്നത്തെ ഷോയിലുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് ക്ലിപ്പിംഗ് ആയിരുന്നു കേട്ടോ ഇത്. Männlicher Weißkopfseeadler, trotz seines Namens. Ivanka, wie der Name schon sagt, weiblicher Weißkopfseeadler. Ivanka wiegt 5 Kilo. ദീവ 8ന്റെ പണി കൊടുത്ത് പറന്നു പോയതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ അടുത്ത ആളെ ഇറക്കി. ആൻഡ് ആളുടെ പേര് ഇവാങ്ക. ആൻഡ് ഇവാങ്കയുടെയും ഇതുപോലെ തന്നെ വെയിറ്റ്, ബ്രീഡ്, കാറ്റഗറി, അവർ എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു. ആൻഡ് ആദ്യം പിങ്കീനെ ആൾക്കാരുടെ മേത്തും തലയിലൊക്കെ ഇരുത്തിയതുപോലെ ഇവാങ്കേനെ ഇരുത്തിയില്ല. ബിക്കോസ് ഇവാങ്കേനെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റ് ഉള്ള കൂട്ടത്തിലാണ്. സോ ആരുടെയും മേത്തൊന്നും ഇവാങ്കേനെ ഇരുത്തിയില്ല. Die Ordnung sitzt neben Joe. Super Uschi. Usch, da ist sie. Und das hier ist jetzt unser wunderschöner eigener Wappenvogel. Uschi ist auch ein Jungvogel, die ist nämlich erst 3 Jahre alt. Das kann man auch gut daran erkennen, dass sie kein komplett weißes Stoßgefieder hat, also kein weißen Schwanz. Der ist, glaube ich, wunderbar gerade hinten, ja. Und daran ist der junge europäische Seeadler unheimlich gut zu erkennen. Auch sie hat ഇത്രയും ബേർഡ്സിനെയായിരുന്നു ഇവർ ആദ്യത്തെ ഈ ഒരു സെക്ഷനിൽ കാണിച്ചത്. ആൻഡ് ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്ലേസിലാണ് ലാസ്റ്റത്തെ ഫൈനൽ ഷോ നടക്കുന്നത്. Mario, wolltest du mal fliegen oder was? Oh, der ist wieder schon da. Super, Agi. സത്യം പറയാലോ ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇത് എല്ലാ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങോട്ട് നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്തോടെയൊക്കെ ആയിരുന്നു ബേർഡ്സ് പറന്നുകൊണ്ടിരുന്നത്. സോ ആ ഒരു മൊമെൻറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് അങ്ങനെ തോന്നിയുമില്ല. പിന്നെ റെക്കോർഡ് ചെയ്തത് അത്ര ശരിയായുമില്ല. സോ ഇത് നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷോ കഴിഞ്ഞ ശേഷം ഇവരിങ്ങനെ ഈ ബേർഡ്സിനെ ഇവിടെ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ഇനി കാണാൻ പോകുന്നത് ഇവിടെയുള്ള ബാക്കി ബേർഡ്സിനെയാണ്.
അങ്ങനെ ഫുൾ ചുറ്റി നടന്ന് കണ്ടു ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് നമുക്കിവിടെ അങ്ങനെ ടൈം കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി വരെയുണ്ട്. പിന്നെ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു ബേർഡിനെ കണ്ട് അടുത്ത ബേർഡ് അങ്ങനെയൊന്നും തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് ഓരോ ബേർഡ്സിനെയും കുറേ നേരം കാണാനും ഒബ്സർവ് ചെയ്യാനും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റി. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കിയോസ്ക് ഉണ്ട്, മിനി റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്, വാഷ്റൂംസ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ ഇതുപോലെ സുവനീറൊക്കെ വിൽക്കുന്ന ഒരു കുഞ്ഞൊരു സെക്ഷനും ഉണ്ട്. ആൻഡ് എനിക്കിഷ്ടപ്പെട്ടൊരു സുവനീർ ഞാൻ കുറേ സമയം എടുത്ത് ഞാൻ നോക്കി ആൻഡ് അറ്റ് ദ എൻഡ് ഞാൻ ഈ ഒരു ഗ്ലോബായിരുന്നു എടുത്തത്. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ വൺ ആ എൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയനെയും ആ ഒരു പ്ലേസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു പ്ലേസും ഇതുപോലെ തന്നെ ഇത്തിരി മലയും കുന്നൊക്കെ ആയിട്ട് അതിൻ്റെ ടോപ്പിലാണ് ഈഗിൾ പാർക്ക് ഇരിക്കുന്നത്. സോ ഇത് മാത്രമാണ് ആ ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അല്ലാതെ എനിക്ക് മറ്റൊരു ഗിഫ്റ്റ് കൂടെ കിട്ടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ സെക്ഷനിലെ ഫ്രീ ഫ്ലൈറ്റ് ഷോയുടെ ഇടയിൽ എൻ്റെ അടുത്തോടൊരു ബേർഡ് പറന്നു പോയപ്പം അതിൻ്റെ കാലിൽ അറ്റാച്ച് ചെയ്ത് അത് ഇതുപോലത്തെ ഒരു കോയിൻ ബെർലെബെക്കിലെ ബേർഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കോയിൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് കറക്റ്റ് എൻ്റെ കാലിൽ വീണു. ഞാൻ തോന്നുന്നു ഇവിടുന്ന് കിട്ടിയതിലെ ഏറ്റവും നല്ലൊരു മെമ്മോറിയൽ പീസ് എന്ന് പറയുന്നത് ഈ ഒരു കോയിനായിരിക്കും. എന്ന സെയിം വഴിക്ക് തന്നെയാട്ടോ തിരിച്ചിറങ്ങി പോരുന്നതും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഈ റൈറ്റ് സൈഡിൽ എക്സ്ട്രാ ബേർഡ്സ് ആൻഡ് ബേർഡ് കേജസ് ഒക്കെ ഇവർ ബ്രീഡിംഗ് പർപ്പസിനും അതുപോലെ തന്നെ ബാക്കി റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബേർഡ്സിനെ മാറ്റി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഈ ബേർഡ്സിന് അവർ ഷോസിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ ഡിസ്പ്ലേക്കോ മുകളിലെ ടോപ്പ് പോർഷൻ ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഇങ്ങോട്ട് വന്ന് സെയിം ബസ് നമ്പർ 701 തന്നെ തിരിച്ച് ഡെറ്റ്മോൾ ഓഫ് ബാനോഫിലെത്തി. ഡെറ്റ്മോൾ ഓഫ് ബാനോഫിൽ നേരെ പാരപ്പോൾ ഓഫ് ബാനോഫ്. വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ചില പോർഷൻസ് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.